ഞാൻ ഷീജ ചന്ദൻ, കണ്ണൂരിലെ അഞ്ചരക്കണ്ടിയിൽ നിന്ന് വരുന്നു. ഞാൻ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു കിറ്റ് തന്നിട്ടുണ്ട്. അതിലെന്താണെന്ന് അറിയില്ല. പായസം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കുറച്ച് ശർക്കര ഒഴിക്കാനായിട്ട് വെക്കാം. ശർക്കര ഉരുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇത് മാറ്റി വെക്കാം. തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെച്ച അട തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാം. തണുത്ത വെള്ളത്തിൽ കഴുകിയ അട ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തിൽ വെക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. അടുപ്പിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാപ്പാൽ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. പാൽ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് 1-ാം പാൽ തയ്യാറാക്കി വെക്കാം. പാൽ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പശുവിന് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് അട ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം വേവട്ടെ. എന്നിട്ട് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനിയിൽ കിടന്ന് അട വേവട്ടെ. പായസമായിക്കൊണ്ടിരിക്കുന്നത് ഫൈനൽസ് പുരോഗമിക്കുന്നു. അടപ്രഥമൻ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു ഐറ്റാണ് തരുന്നതെന്ന് പ്രതീക്ഷിച്ചോ? ഇല്ല അല്ലേ? അടപ്രഥമൻ എല്ലാവരും ഉണ്ടാക്കണല്ലേ? അതെ അതെ. അവർ ഓൾറെഡി മൈൻഡിൽ ഓരോ ഐറ്റം സെറ്റ് ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് വളരെ ഒരു നോർമൽ സാധനം കൊടുക്കുമ്പോൾ എന്തായിരിക്കും അല്ലേ? അതാണ് സിമ്പിൾ ആണെങ്കിൽ അതിനൊരു സയൻസ് ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്. എന്തായിരിക്കും തരുന്ന ഫൈനലിൽ എന്ന് വിചാരിച്ചു? ഒരു എക്സ്പെക്ടേഷൻ എന്തായിരുന്നു? എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. ഫൈനൽ എത്തുമെന്ന് പോലും വിചാരിച്ചിട്ടില്ല. പിന്നെ പായസത്തിന്റെ എക്സ്പെക്ടേഷൻ. എന്നാൽ ഇതിന്റെ ഒരു സിഗ്നേച്ചർ ടച്ച് എന്തായിരിക്കും ഒരു പ്ലസ് തോന്നുന്നു? ചെയ്തു വരുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തായിരിക്കാം ഇതിൽ നമ്മൾ അത് തന്നെയാണ് നോക്കുന്നത്. ഏറ്റവും ഡിഫറെന്റ്, ഏറ്റവും കൈയെടുക്കാതെ അടയൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചു പോകും. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച 1-ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. പായസം റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് വരിയിടാം. അപ്പം നമ്മൾ പായസം തയ്യാറായിട്ടുണ്ട്. സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുക.